ധനുഷിൻ്റെ തീരുമാനം ഞാൻ അച്ഛനെ സ്നേഹിയെ അറിയിക്കാം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കാം. സർ, ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഇനി ഒരിക്കലും നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടില്ലാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോ സാർ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്നു നിന്ന് വിഷമത്തോടെ സംസാരിച്ചപ്പോൾ അതെൻ്റെ എടുത്തിയാട്ടമായി തോന്നുന്നു. സാറിനെയും സേതു സാറിനെയും സ്നേഹയും ഈ അവന്തിക മാഡത്തേക്ക് വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുക. ഞാൻ സാറിൻ്റെ ഒപ്പം വരാം. ഇനി അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള സാറിൻ്റെ ഉറപ്പിന്മേലാ ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയത്. പിന്നെ സ്നേഹം ഓർത്തിട്ടും. ഞാൻ തന്ന ഉറപ്പ് ധനുഷിന് വിശ്വസിക്കാം. ഞാനിപ്പോൾ ധനുഷിനെ ക്ഷണിച്ചത് നെല്ലിശ്ശേരി വീട്ടിലേക്ക് മാത്രമല്ല, എൻ്റെ സ്നേഹമോളുടെ ജീവിതത്തിലേക്കും കൂടിയാ. ധനുഷ് റെഡിയായിട്ട് വാ, ഞാൻ കാറിലുണ്ടാവും. അർച്ചന, താനെന്തെങ്ങനെ ആലോചിക്കുന്നേ? ധനുഷിനെ കൊണ്ടുവരാൻ വേണ്ടി നന്ദേട്ടനും അവധിയെടുത്തും പോയിരിക്കാം. അവനിവിടേക്ക് തിരിച്ചു വന്നാൽ പിന്നെയും പല പ്രശ്നങ്ങളും നടക്കും. അതിനി ധനുഷ് ഇവിടേക്ക് വന്നാലല്ലേ? ഇത്രയൊക്കെ ആയതുകൊണ്ട് അവനിനി ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനൊരു സാധ്യത സച്ചി ചിന്തിച്ചാലും അർച്ചന ചിന്തിക്കില്ല. കാരണം അർച്ചനയ്ക്കറിയാം നിങ്ങൾ വന്ന് വിളിക്കുമ്പോൾ ഞാൻ ഒപ്പം വരുമെന്ന്. എൻ്റെ അവിടേക്കുള്ള വരവിനെയും കാത്തിരിക്കുകയായിരിക്കും അർച്ചന അവിടെ. അതെ, കാത്തിരിക്കുന്നുണ്ട് ഞാൻ. എനിക്കറിയാം അവൻ വരും, കൂടുതൽ ബുദ്ധിയിലും ശക്തിയിലും തിരിച്ചടിക്കാനായിട്ട്. ഇനി അത്ര എളുപ്പമാവില്ല സച്ചേട്ട കാര്യങ്ങൾ. എളുപ്പമാവരുത്. അത്രയും എളുപ്പത്തിൽ ഇതുവരെ അർച്ചന കണ്ടുപിടിച്ച കാര്യങ്ങളാവരുത് ഇനി അങ്ങോട്ട്. അവളുടെ ബുദ്ധിയിൽ ഒരിക്കലും തോന്നാത്തൊരു കാര്യം അതാവണം നമ്മൾ ആലോചിക്കേണ്ടതും ചെയ്യേണ്ടതും. അതൊക്കെ അവരുടെ തോന്നൽ മാത്രമാണ് അർച്ചന. ഈ കുടുംബത്തിനകത്തു നിന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെ എന്ത് ചെയ്താലും നമുക്കത് ഈസിയായിട്ട് പൊളിക്കാവുന്നേ ഉള്ളൂ. അവർ കരുതുന്ന പോലെ എന്നേക്കുമായി ഞങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ തെളിക്കാൻ അവർക്ക് ഏതായാലും കഴിയില്ലല്ലോ. കഴിയും. തമ്മിൽ തല്ലിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരുത്തൻ മറ്റൊരുത്തനെ കൊല്ലുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായാലും എനിക്ക് കഴിയും. കാര്യങ്ങൾ അതിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് എൻ്റെ ഈ ഇഷ്ടമില്ലായ്മയിൽ നടക്കാൻ പോകുന്ന ഈ വിവാഹം. ഈ വിവാഹത്തോടെ അല്ലെങ്കിൽ അതിനു മുൻപായി അവന്മാരനിയന്മാരും ചേട്ടനുമായി തമ്മിൽ തല്ലി ചത്തോളും. അതിന് ധനുഷിന്റെ അച്ഛനല്ലല്ലോ എൻ്റെ അച്ഛൻ. ഈ തെറ്റിദ്ധാരണകൾ മാറി നന്ദേട്ടന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആ സമയം വരെ മാത്രമേ
ധനുഷിന് ഇവിടെയും എവിടെയും സ്ഥാനമുള്ളൂ. പിന്നെ അവര് പറയുന്നതും നടത്താൻ ഉദ്ദേശിക്കുന്നതുമെല്ലാം അവരുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഒരു കണക്കിന് താൻ പറയുന്ന പോലെ ധനുഷ് ഇവിടേക്ക് തിരികെ വരണം. കൺമുന്നിലും കയ്യെത്തും ദൂരത്തും അവനുണ്ടാവണം. എങ്കിലേ ഈ വീട്ടിലെ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്താനാവും. ഉണ്ടാവും, കൺമുന്നിൽ തന്നെ ഉണ്ടാവും. കൈയെത്തി പിടിക്കാൻ പാകത്തിന് തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടാവും ഈ ധനുഷ്. പക്ഷെ എത്ര പിടിക്കാൻ നോക്കിയാലും പിടി തരില്ലെന്ന് മാത്രം. എല്ലാത്തിനും ഒടുവില് തോറ്റ അവശയായി നമ്മുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്ന അർച്ചനയോട് എനിക്കെല്ലാം പറയണം. അവള് കരുതിയ ഒരാളല്ല ഈ ധനുഷെന്ന്. അങ്ങനെ അടിയറവ് പറയേണ്ടി വന്നു. അതാ ധനുഷെന്ന് പറയുന്നവനെ കൊന്നതിന് ശേഷം നിയമത്തിന് മുമ്പിലായിരിക്കും സച്ചേട്ട. ആ ഒരു തീരുമാനത്തിലും ധൈര്യത്തിലും തന്നെയാ ഞാൻ ഉപജീവിക്കുന്നത്. കുറെ സ്വപ്നങ്ങളായിട്ട് ജീവിച്ച് അത് കിട്ടാതെ പോകുന്ന സ്നേഹിക്ക് വേണ്ടിയല്ലേ സച്ചേട്ട. എനിക്കറിയാം അത് എത്രമാത്രം വേദന തരുന്ന ഒന്നാണെന്ന്. ആ വേദന ഒരിക്കലും സ്നേഹം അനുഭവിക്കില്ല. അനുഭവിപ്പിക്കും ഞാൻ. സ്നേഹം മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ചു കൊല്ലുക അവന്തിക. എന്നിട്ട് വേണം നിന്നോടൊപ്പം സമാധാനമായിട്ട് ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ. അങ്ങനൊരു ജീവിതം ജയിലിലാവണം. തെറ്റ് ചെയ്തവരും അതിന് കൂട്ടുവന്നവരും എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തണം നമുക്ക്. അതെ സച്ചേട്ട, അതിതുപോലെ നിസ്സാരമായി ഇറങ്ങി വരാൻ കഴിയുന്ന രീതിയിലല്ലാതെ ആവണം. വാ. ഇനി എന്നെ വിട്ട് ധനുഷ് എവിടെയും പോകരുത്. ഇല്ല, അതിൽ ഞാൻ തിരിച്ചു വന്നത്. ഇനി സ്നേഹം മറന്ന് ഞാൻ എങ്ങും പോവില്ല. ധനുഷ്, അകത്തേക്ക് വരൂ. ധനുഷ്, ഞാനിവിടെ നിന്ന് ഇറങ്ങിയതിൽ സാറിന് നല്ല വിഷമമുണ്ടായെന്ന് നന്ദൻ സാർ പറഞ്ഞു. അതാ ഞാൻ തിരികെ വരാൻ തീരുമാനിച്ചത്. എൻ്റെ മക്കളിൽ ആരുടെ കണ്ണ് നിറഞ്ഞാലും എനിക്ക് സഹിക്കില്ല. ധനുഷ് പോയ ശേഷം സ്നേഹയുടെ കണ്ണീര് തോർന്നിട്ടില്ല.
അതെത്രയെന്ന് കരുതിയാ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ തന്നെയും കുറ്റം പറയില്ല. താൻ അനുഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. ധനുഷിന് ഇനി ഒരു വിഷമം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ട്, കുറേ തവണ നിർബന്ധിച്ചതുകൊണ്ടാണ് കൂടെ വരാൻ ധനുഷ് തയ്യാറായത്. ഇനി ദയവ് ചെയ്ത് ഈ വീട്ടിലാരും അയാളെ ബുദ്ധിമുട്ടിക്കരുത്. മറ്റെന്തും ഞാൻ സഹിക്കും സർ. ഞാൻ നിങ്ങളെയൊക്കെ പറ്റിക്കാണെന്ന് മാത്രം ആരും പറയാതിരുന്നാൽ മതി. അതുമാത്രം എന്നെ കൊണ്ട് താങ്ങാനാവുന്നതല്ല. ചില തെറ്റിദ്ധാരണകൾ വരുമ്പോൾ പലതും പറഞ്ഞും ചെയ്തും വിഷമാവും. ആരെന്തു പറഞ്ഞാലും ധനുഷ് നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞില്ലേ? അതിനപ്പുറം വേറെ ആരെ എന്ത് ബോധിപ്പിക്കാനാ? അതുമാത്രമല്ല, ഇത്രയും അലിഗേഷൻ ധനുഷിന്റെ മേൽ ആരോപിച്ചിട്ടും ഇപ്പോഴും ഒരു കണിക പോലും സംശയം എൻ്റെ അനിയത്തി ധനുഷിന്റെ മേൽ വീഴ്ത്തിയിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടെ ജീവിക്കുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ അതിനപ്പുറം വേറൊന്നും വേണ്ട ധനുഷ്. മറ്റാരെന്ന് പറഞ്ഞാലും സ്നേഹ ധനുഷിനെ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ബന്ധവും അതുപോലെ ദൃഢമാവത്തേ ഉള്ളൂ. വന്നതും പോയതും എല്ലാം ഇരിക്കട്ടെ. ഇനി ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവാതെ എല്ലാവരും നോക്കണം. അതുപോലെ തന്നെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യരുത്. ധനുഷ് പോയി റെസ്റ്റ് എടുക്ക്. നമുക്ക് പിന്നീടൊന്ന് സംസാരിക്കണം. അത്യാവശ്യമായി ചില തീരുമാനങ്ങൾ എടുക്കാനുമുണ്ട്. ശരി സർ. ഇവരുടെ അമ്മാവൻ ജയിലിലല്ലേ? പിന്നെ ഇതേത് അമ്മാവൻ? ഹലോ അവന്തികേ, അജയനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവന്തിക പറഞ്ഞതുകൊണ്ടാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാത്തത്. അജയന്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ല. അതാ ഞാൻ തന്നെ ഇതിന്റെ പുറകെ ഇറങ്ങിയത്. നീ പറഞ്ഞതുകൊണ്ടാ ഇതുവരെ അവനെ കാണാത്ത വിവരം പോലീസിൽ അറിയിക്കാത്തത്. ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയതല്ല. നിന്റെ അനിയത്തിയെ വിവാഹം കഴിക്കാനെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയ അജയനെ പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതെ, കേസ് എന്തേലും വന്നാ പോലീസ് ആദ്യം വരുന്ന അവിടേക്കായിരിക്കും. അത് നിങ്ങൾക്ക് മാനക്കേടുണ്ടാക്കുകയും ചെയ്യും. അല്ല, ഞാനിനി എന്താ ചെയ്യേണ്ടത്? അജയൻ അവൻ പിന്നെ എന്റെ ഫോൺ എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞു? നീ കൂടുതൽ ഓവർ സ്മാർട്ട് കളിക്കരുത് കേട്ടോ.
അജയനെ നിങ്ങൾ എന്ത് ചെയ്തു? അനക്ക് വിവാഹം കഴിക്കാനായിട്ട് വന്ന അജയനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന്? ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ലെങ്കിലേ ചോദിക്കേണ്ടവരെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാം. എന്റെ ഓവർ സ്മാർട്ട്നെസ് കാണണോ നിങ്ങക്ക്? അജയന്റെ അമ്മാവനും ചോദിച്ചത് അത് തന്നെയാ. എനിക്കും അറിയണോ അത്. അജയനോ? ഏതജയൻ? ആ, ഓ, ആ ക്രിമിനല്. അവനും അനക്കയും തമ്മിലുള്ള വിവാഹവും നീ എന്തൊക്കെ പിച്ചുമ്പയായി പറയുന്നേ? പിച്ചുമ്പയും പറയുന്നത് ഞാനല്ല, നിങ്ങളാ. അനക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അജയനെ വിളിച്ചു വരുത്തിയിട്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞ് തന്നെയാണ് ഞാനും ചോദിച്ചത്. അല്ല, നിനക്കെന്താ വല്ല വട്ടുണ്ടോ? ഞാൻ അവനെ എന്ത് ചെയ്യാൻ? അമ്പലത്തിൽ നിന്ന് വന്ന അനഖയെ അവൻ കിഡ്നാപ്പ് ചെയ്യുകയും നിങ്ങൾ പോയി രക്ഷിക്കുകയൊക്കെ ചെയ്തതല്ലേ? അന്നു മുഴുവൻ ഈ വീട്ടിലുണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ശരിക്കും ആ ചോദ്യം ചോദിക്കേണ്ടത് ഞാനല്ലേ? അനഖയെ രക്ഷിക്കാൻ പോയ നിങ്ങളെല്ലാം കൂടി അവനെ എന്ത് ചെയ്തു? അവസാനായിട്ട് അവനെ കണ്ടത് നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് ശേഷം നിങ്ങൾ അവനെ കണ്ടിരുന്നു. അതിനുശേഷം എന്താ ഉണ്ടായെന്നാ എനിക്ക് അറിയേണ്ടത്. അതുകൊള്ള. നീയും നിന്റെ ഭർത്താവും ഒക്കെ കൂടെ ചെയ്ത കുറ്റം എന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കാണോ നീ? ശരിക്കും ഇപ്പൊ വിളിച്ചില്ലേ അജയന്റെ അമ്മാവൻ? അയാള് വിളിക്കേണ്ടതും ചോദിക്കേണ്ടതും ഒക്കെ നിന്നോടാ. ഉത്തരം പറയേണ്ടത് നീയും. ഞാനാണ് ഉത്തരം പറയേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പോലീസിൽ അറിയിക്കേണ്ടെന്നും കേസാക്കണ്ടെന്നും ഒക്കെ പറഞ്ഞത്? എന്നെ രക്ഷിക്കാനാ? അല്ല, ഈ വീട്ടിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ ഓർത്തിട്ട്. ഒരു പോലീസ് അന്വേഷണം വന്നാലേ അത് അവസാനം വന്ന് നിൽക്കുന്നത് നിങ്ങളിലായിരിക്കും. എന്ന് പറഞ്ഞ എന്റെ അനിയത്തി അനക്ക കൂടി ഉൾപ്പെടുന്ന നിങ്ങളിലേക്ക്. അവനെ പോലത്തെ ഒരു ക്രിമിനലിന്റെ പിന്നില് അനക്ക സ്റ്റേഷനിലും ജയിൽ വരാന്തയിലൊന്നും കയറി ഇറങ്ങുന്നത് എനിക്ക് മാനക്കേടായതുകൊണ്ട്. എന്നിൽ നിന്ന് അവൾ അകന്ന് നിൽക്കുകയാണെങ്കിലും അവള് എന്റെ അനിയത്തി അല്ലാതാവില്ലല്ലോ. അല്ല, നീ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് കുത്തിപ്പൊക്കുന്നത്? അവനൊരു ക്രിമിനലാ. അവന് ധാരാളം ശത്രുക്കളും കാണും. അവരുടെ കൈകൊണ്ട് ചിലപ്പോ അവൻ ചത്തും പോയി കാണും. അതുകൊണ്ട് നീ അതൊക്കെ വിട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കി ഇവിടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോവാം. വെറുതെ ഓരോന്ന് പറഞ്ഞും സംശയിച്ചും കൊലപാതക കുറ്റം എടുത്ത് തലയിൽ വെക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം. ഓരോന്നും ചെയ്തു വെച്ചിട്ടേ അത് അവസാനം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവച്ച് രക്ഷപ്പെടുന്ന നിങ്ങളുടെ സ്ഥിരം ശൈലി ഉണ്ടല്ലോ, അത് അജയന്റെ കാര്യത്തിൽ നടക്കില്ല. അവൻ എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതിന്റെ അവസാനം ഞാൻ പറയും, അജയൻ മരിച്ചുവെങ്കിൽ കൊലപാതക കുറ്റം ആരുടെ തലയിലായിരിക്കും വന്ന് വീഴുന്നതെന്ന്. നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഓവർ സ്മാർട്ട്നെസ് ആണെന്ന്? അർച്ചനയുടെ ഓവർ സ്മാർട്ട്നെസ് ശരിക്കും കാണാൻ പോകുന്നതേ ഉള്ളൂ അവന്തിക. അജയൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ച് എല്ലാം ഞങ്ങൾ പറയിപ്പിക്കും. അതല്ല, അവനെ ആരെങ്കിലും അപകടപ്പെടുത്തിയെങ്കിൽ അതും ഞങ്ങൾ കണ്ടുപിടിക്കും. എല്ലാത്തിനും ഒടുവില് ഈ കയ്യില് പച്ചിരുമ്പ് പൂട്ട് വീഴാതെ നോക്കിക്കോ.